യേശുക്രിസ്തു ദൈവമാകുന്നുവെന്നും യേശുക്രിസ്തു ദൈവത്തിൽ നിന്ന് മനുഷ്യാവതാരമെടുത്ത് മണ്ണിൽ വന്നുവെന്നും ആ മനുഷ്യാവതാരമെടുത്ത് മണ്ണിൽ വന്നത് പാപിയായ എന്റെ പാപത്തെ മോചിപ്പിക്കാനാകുന്നുവെന്നും ആ യേശുവിൽ വിശ്വസിച്ചാൽ പാപമോചനമുണ്ട് എന്നും വിശ്വസിക്കുവാൻ പ്രാപ്തിയായ ശേഷം, യേശുവേ, ഞാൻ പാപിയാണ്, എന്റെ പാപത്തെ മോചിപ്പിക്കുവാൻ അവിടുന്ന് കാൽവരി ക്രൂശിൽ പരമയാഗമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ യാഗമായ യേശുവിൽ എന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിക്കുന്നു. ഇന്നു മുതൽ അവിടുത്തെ കുഞ്ഞായി അങ്ങനെ കൽപ്പന പ്രകാരം ജീവിക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുവാൻ പ്രാപ്തിയുള്ള, ഉറപ്പുള്ള, യോഗ്യതയുള്ള, വിശ്വാസമുള്ള, അറിവുള്ള ഒരു വ്യക്തി വേണം സ്നാനമേൽക്കുവാൻ. അപ്പൊ വിശ്വസിക്കണം, യേശു ദൈവം ആകുന്നുവെന്ന്, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചുവെന്ന്, യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റുവെന്ന്, ആ യേശു വീണ്ടും വരുമെന്ന്, എന്നെയും ചേർക്കുമെന്ന് ഒരു വിശ്വാസം ഒരു വ്യക്തിക്കുണ്ടോ, നീ സ്നാനപ്പെടുവാൻ യോഗ്യത ഉള്ള വ്യക്തിയാ. അപ്പൊ സ്നാനത്തിന് പ്രായമല്ല മാനദണ്ഡം, പകരം വിശ്വാസമാണ്. കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ടതായിട്ട് വിശുദ്ധ ബൈബിളിൽ ഒരു ഭാഗത്തു പോലും തെളിവ് കൊടുക്കുവാൻ സാധ്യമല്ല. ഞാൻ അതിനെക്കുറിച്ച് കഴിഞ്ഞ ചിന്തയിൽ ഓർപ്പിച്ചതാണ്. വചനപ്രകാരം അതിൽ യാതൊരു അർത്ഥവും ഇല്ല. മറ്റൊരു കൂട്ടർ പറയുന്നു, പരിച്ഛേദനയും സ്നാനത്തിന്റെ നിഴലായി നിൽക്കുന്നു എന്ന്. അതും വാസ്തവത്തിൽ ശരിയല്ല. ഞാൻ ഈ ഓൺലൈനിലായതുകൊണ്ട് ഒത്തിരി വിവരിച്ചു പറയുവാൻ സാധ്യമല്ല, എങ്കിലും ചില കാര്യം ഓർപ്പിക്കാം. പരിച്ഛേദന എന്ന് പറയുന്നത് ഒരിക്കലും സ്നാനത്തിന് ഒരു നിഴൽ അല്ല. കാരണം പരിച്ഛേദന എന്നത് ആൺകുട്ടികൾക്ക് മാത്രമായി കൊടുത്തിരുന്ന ഒരു ശുശ്രൂഷയാണ്. എന്നാൽ സ്നാനം എന്നത് ആൺകുട്ടികൾക്ക് മാത്രമല്ല, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ, അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും എടുക്കുവാൻ വേണ്ടി കർത്താവ് കൽപ്പിച്ചതാണ്. അപ്പോൾ സ്നാനം എന്നത് പരിച്ഛേദനയുടെ ഒരു നിഴൽ അല്ല. അതുപോലെ പരിച്ഛേദന ഏറ്റില്ല എങ്കിൽ അതിന് ശിക്ഷയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ശിക്ഷ മരണമായിരുന്നു. നിങ്ങൾ വിശുദ്ധ ബൈബിൾ വായിച്ചറിയാം, പരിച്ഛേദന ഏൽക്കാത്തവനെ കൊല്ലണമെന്നായിരുന്നു യഹൂദ വ്യവസ്ഥ. എന്നാൽ സ്നാനത്തിനെ ആരെങ്കിലും തടസ്സവാദം ഉന്നയിച്ചാൽ, ഞാൻ സ്നാനപ്പെടുവാൻ സ്നാനപ്പെടുന്നില്ല എന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ കൊല്ലുവാൻ നിയമമില്ല. ബൈബിൾ അതിനെ അടിസ്ഥാനം വെച്ചിട്ടില്ല. ആ വ്യക്തിക്ക് ശിക്ഷ മരണമല്ല, പകരം ദൈവവചനപ്രകാരം ജീവിച്ച് കർത്താവിന്റെ കൽപ്പന അനുസരിക്കുവാൻ സമയം ലഭിച്ചിട്ടും അനുസരിച്ചില്ലെങ്കിൽ സ്വർഗം നിങ്ങൾ കടയപ്പെടും എന്നതേ ഉള്ളൂ. നിങ്ങൾ കൊല്ലുവാൻ അവിടെ നിയമം വെച്ചിട്ടില്ല. അപ്പൊ പരിച്ഛേദനയും സ്നാനവും തമ്മിൽ യാതൊരുമായ ബന്ധവും ഇല്ല. പരിച്ഛേദനയ്ക്ക് ഒരു നിശ്ചിത ദിവസം വെച്ചിരുന്നു. ഒരു കുഞ്ഞ് ജനിച്ചാൽ ആൺകുഞ്ഞെങ്കിൽ 8-ാം നാളിൽ അവന് പരിച്ഛേദന കൊടുക്കണമായിരുന്നു. എന്നാൽ സ്നാനത്തിന് ഒരു ദിവസം പ്രത്യേകമായി പറഞ്ഞിട്ടില്ല, ഇത്രാം നാൾ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പരിച്ഛേദനയും സ്നാനവും തമ്മിൽ യാതൊരുമായ ബന്ധവും വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നില്ല. മറ്റു ചില ചിന്തകൾ സ്വാഭാവികമായിട്ടും ചോദിക്കാറുണ്ട്. സ്നാനപ്പെടുന്നത് തളിച്ചാണോ, കൊടഞ്ഞാണോ, മുങ്ങിയാണോ, അല്ലെങ്കിൽ കൊടിയുടെ കീഴിൽ കൂടി സഞ്ചരിച്ചാണോ? ഈ ചിന്ത സ്വാഭാവികമായിട്ട് പലർക്കും ഉണ്ടാകാറുണ്ട്. സമുദായ സഭകളിൽ ഇപ്പോഴും അതിന്റെ വെളിച്ചത്തിൽ തളിച്ചും തുടച്ചുമൊക്കെ സ്നാന ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. പെന്തക്കോസ്തിൽ മുങ്ങി സ്നാനമുണ്ട്. സാൽവേഷൻ ആർമിയിൽ കൊടിയുടെ കീഴിൽ കൂടി വിട്ട് ആ ശുശ്രൂഷയ്ക്ക് ക്രമീകരണം ചെയ്യാറുണ്ട്. അങ്ങനെ പലവിധമായ രീതിയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നത് നാം കാണാറുണ്ട്, അറിയാറുണ്ട്, മനസ്സിലാക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഒരു സ്വർണം ഒറിജിനൽ എന്ന് തിരിച്ചറിയുവാൻ പണ്ട് ഉരകലുണ്ടായിരുന്നുവെങ്കിൽ
ഇന്നതിൽ മുദ്ര പരിശോധിക്കുവാൻ കമ്പ്യൂട്ടർ സംവിധാനമുണ്ടെങ്കിൽ സ്നാനത്തിന് ഒറിജിനൽ തിരിച്ചറിയുവാൻ വിശുദ്ധ ബൈബിൾ എന്ന ഉരകല്ല് നാം എടുത്തുരച്ചു നോക്കണം. അതിനെക്കുറിച്ച് ചില ചിന്തകന്മാരുടെ ചിന്തകൾ എന്ന് ഓർപ്പിച്ച എം വി ജോർജ് എന്ന അച്ഛൻ എഴുതിയ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പെന്തക്കോസ്തുകാരനല്ല, ഒരു സമുദായസ്ഥനായ പുരോഹിതന. ആ പുരോഹിതൻ എഴുതി വെച്ച ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാ: ആദിമകാലത്തെ ഒഴുക്കുവെള്ളത്തിലോ അതിന് സൗകര്യമില്ലെങ്കിൽ കുളത്തിലോ മുങ്ങിപ്പോന്നു എന്ന് സ്നാനത്തെ കുറിച്ച് ഫാദർ ജോർജ് എം ഇ എഴുതിയിരിക്കുക. ഒരു സമുദായ പുരോഹിതൻ, അദ്ദേഹം പെന്തക്കോസ്തുകാരനല്ല, ബ്രദറുകാരനല്ല, ഒരു സമുദായസ്ഥരായ വിഭാഗത്തിന്റെ പുരോഹിതനാ. ആ ഫാദർ എം ഇ ജോർജ് എഴുതിയ ഞങ്ങൾ വിശ്വസിക്കുന്ന പുസ്തകത്തിൽ പറയുന്നു, ആദിമകാലത്ത് ജനങ്ങൾ സ്നാനപ്പെട്ടിരുന്ന ഒഴുക്കുവെള്ളത്തിലോ അതിന് സൗകര്യമില്ലെങ്കിൽ കുളത്തിലോ സ്നാനപ്പെട്ടു എന്നല്ല എഴുതിയേക്കുന്ന, മുങ്ങിപ്പോന്നു. അപ്പൊ ഒരച്ഛൻ കൃത്യമായി എഴുതി സ്നാനം മുങ്ങിത്തന്നെയായിരുന്നുവെന്ന്. അതുപോലെ അദ്ദേഹം തന്നെ വീണ്ടും എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുന്ന പുസ്തകത്തിൽ. എന്റെ കയ്യിലെ പുസ്തകമുണ്ട്. മാമോദീസ കൈക്കൊള്ളുന്ന സ്ത്രീ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ശുശ്രൂഷക്കാരി അവളെ സ്വീകരിക്കണമെന്ന്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധേയമായി പറയുക. ഹൂദായ കാനോൻ പേജ് 25 വായിച്ചാൽ, ഹൂദായ കാനോൻ എന്ന് പറഞ്ഞ യാക്കോബയ കത്തോലിക്ക സഭകൾക്കറിയാം. ഹൂദായ കാനോൻ എന്ന ബൈബിളിനേക്കാൾ പ്രാധാന്യത അവർ കൊടുക്കുന്ന ഹൂദായ കാനോൻ എന്ന പുസ്തകത്തിൽ പേജ് 25 എഴുതി വച്ചേക്കുന്നു, മാമോദീസ കൈക്കൊള്ളുന്ന സ്ത്രീ. മാമോദീസ് എന്ന വാക്കിന്റെ അർത്ഥം, അത് സുറിയാനി വാക്കാണ്, അരാമ്യ ഭാഷയാ. ആ വാക്കിന്റെ അർത്ഥം മുങ്ങുക എന്ന. അപ്പൊ സുറിയാനിയിൽ, അരാമ്യ ഭാഷയിൽ മാമോദീസ എന്ന് പറഞ്ഞ വാക്കെടുത്തുകൊണ്ട് ഹൂദായ കാനോൻ പേജ് 25 സമുദായ ഹൂദായ കാനോനിൽ എഴുതി വച്ചിരിക്കുന്നു, മാമോദീസ കൈക്കൊള്ളുന്ന സ്ത്രീ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ശുശ്രൂഷക്കാരുത്തി അഥവാ ശുശ്രൂഷകന്റെ ഭാര്യ, ശുശ്രൂഷക്കാരുത്തി അവളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് കയറി വരുന്ന സ്ത്രീയെ ഒരു പുതപ്പ് പുതപ്പിച്ച് സ്വീകരിക്കണം. ഇന്ന് സമുദായ സഭകളിൽ അത് കാണാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ? അവരെ തന്നെ ഹൂദായ കാനോനിൽ പേജ് 25 കൃത്യമായിട്ട് ഇതെഴുതി വെച്ചേക്കുക. അവർ ഒഴുക്കുള്ള ശുദ്ധജലത്തിൽ ഹാജരാകണമെന്ന് ഹൂദായ കാനോൻ പേജ് 26 എഴുതി വെച്ചേക്കുന്നു. ഒഴുക്കുള്ള വെള്ളത്തിൽ ശുദ്ധജലത്തിൽ ഹാജരാകണം എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള വെള്ളത്തിൽ തന്നെ വേണം അവരെ സ്നാനപ്പെടുത്തുവാനെന്ന് എഴുതിയേക്കുന്നു. വീണ്ടും ഹൂദായ കാനോനിൽ പേജ് 26 എഴുതിയേക്കുന്നു, സ്ത്രീകൾ തലമുടി അഴിച്ചിട്ട് മുങ്ങണം. നിങ്ങൾ ശ്രദ്ധിക്കണം, സ്ത്രീകൾ തലമുടി അഴിച്ചിട്ട് മുങ്ങണം. ഹൂദായ കാനോൻ പേജ് നമ്പർ 26. ഇങ്ങനെ സഭാ മേലധ്യക്ഷന്മാരും സഭാഗ്രന്ഥങ്ങളും വിശുദ്ധ വേദപുസ്തകവും വളരെ സ്പഷ്ടമായി സത്യസന്ധമായി വ്യക്തമാക്കുന്ന ഒരു വിഷയമാണ് സ്നാനം മുങ്ങിയാണ്. അപ്പൊ സ്നാനം മുങ്ങിയാണെന്ന് പെന്തക്കോസ്തുകാര് മാത്രമല്ല പറയണേ, ബ്രദറുകാര് മാത്രമല്ല പറയണേ, സമുദായസ്ഥരായ സഭകളുടെ അംഗീകരിക്കപ്പെട്ട ഹൂദായ കാനോനിൽ അവരറിയപ്പെട്ട വിലപ്പെട്ടവർ എഴുതി ചേർത്തേക്കുന്ന നിയമങ്ങൾക്കകത്ത് ചേർത്തേക്കുന്നതാ. അപ്പോൾ ഇത് സമുദായ സഭകൾ ഇന്ന് മനസ്സിലാക്കുന്നില്ല. അവരത് ഗ്രഹിക്കാതെ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവരായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത്, വചനമെന്ന ഉരകളിൽ നാം ഉരച്ചു നോക്കണം, സത്യം എന്തെന്ന് തിരിച്ചറിയണം.
ചില തെറ്റിദ്ധാരണകൾ ഇന്നത്തെ ആത്മീക ഗോളത്തിലും മനുഷ്യർക്കിടയിലും നിൽപ്പുണ്ട്. അതിലൊന്ന്, ഈ സ്നാനം എന്നത് പുറജാതികൾക്ക് മാത്രമായിട്ടുള്ളതല്ലേ? ഞങ്ങൾ ക്രിസ്ത്യാനികളല്ലേ, ഈ ഞങ്ങൾക്ക് സ്നാനത്തിന്റെ ആവശ്യമുണ്ടോ? ആ ചിന്തയും തെറ്റാ. ഈ സ്നാനം ഞങ്ങൾക്ക് വേണ്ട, ഇത് പുറജാതികൾക്ക് പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ സ്നാനപ്പെടുത്തു പുറജാതികളെ പോയി എന്നൊക്കെ നമ്മോട് പറയുന്ന, പലപ്പോഴും പറയുന്ന കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം ലോക ജനത തിരിച്ചിരിക്കുന്ന പഠിക്കണം. ലോക ജനതയെ വിശുദ്ധ വേദപുസ്തകം മൂന്നായി തിരിച്ചിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ ലോക ജനതയെ മൂന്നായി തിരിച്ച് കാണുവാൻ കഴിയും. ഒന്ന്, യഹൂദൻ. രണ്ട്, യവനൻ അഥവാ പുറജാതി. മൂന്ന്, ദൈവസഭ. അപ്പൊ യഹൂദൻ, പുറജാതി അഥവാ യവനൻ, ദൈവസഭ, ഈ മൂന്ന് കൂട്ടരെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ലോക ജനതയെ മൂന്നായി തിരിച്ചേക്കുന്നത്. അതിൽ ആരാണ് ഈ ജാതികൾ? ജാതികൾ ആരെന്ന് ചോദിച്ചാൽ, യഹൂദർ അഥവാ ഇസ്രായേലിയർ ഒഴിച്ചുള്ള സർവജനത്തെയും ഒറ്റ വാക്കിൽ വിളിച്ചേക്കുന്ന പുറജാതി എന്ന്. അപ്പൊ ജൂതരല്ലാത്ത, എബ്രായരല്ലാത്ത, യഹൂദരല്ലാത്ത സർവരെയും പുറജാതികളായി, യവനരായി ബൈബിൾ ചിത്രീകരിക്കുക. പിന്നെ ഒരുവൻ ദൈവസഭയുടെ അംഗമാകണമെങ്കിൽ രക്ഷിക്കപ്പെട്ടവരും വിശ്വാസ സ്നാനം സ്വീകരിച്ചവരുമായിരിക്കണമെന്ന് ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും. ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഗലാത്യലേഖനം 3-ാം അധ്യായം 27-ഉം 28-ഉം വേദവാക്യങ്ങൾ ഒന്ന് വായിക്കുന്നു, ശ്രദ്ധിക്കുക. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും. ഇനി ശ്രദ്ധിക്കണം, സ്നാനമേറ്റവരായ നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. മത്തായി സുവിശേഷം 28:18 വായിക്കുമ്പോൾ ശിഷ്യരാകുവാൻ സ്നാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അഭാഗമാർക്കരുത്, ശിഷ്യരാകുവാൻ സ്നാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സ്നാനപ്പെട്ട് ശിഷ്യരായവരെയാണ് അപ്പസ്തോല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത്. ശിഷ്യന്മാരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. ഇവിടെ വായിക്കുമ്പോൾ ലോക ജനതയെ മൂന്നായി ബൈബിൾ തിരിച്ചേക്കുന്നു. യഹൂദൻ, യവനൻ അഥവാ പുറജാതി, ദൈവസഭ. ഇതിൽ യഹൂദരല്ലാത്ത മുഴുവൻ പേരും പുറജാതിയിൽപ്പെട്ടവരാ. യഹൂദർ ഒഴിച്ചുള്ള മുഴുവൻ പേരും പുറജാതിയാ. എന്നാൽ ദൈവസഭയിൽ അംഗമാകണമെങ്കിൽ അത് യഹൂദനാണെങ്കിലും യവനനാണെങ്കിലും ദൈവസഭയിൽ അംഗമാകണമെങ്കിൽ അഥവാ ദൈവത്തിന്റെ സഭയുടെ ഉള്ളിലാകണമെങ്കിൽ ദൈവകൽപ്പന അനുസരിക്കണം, സ്നാനമേൽക്കണം. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 3-ാം അധ്യായം വായിച്ച 27-28 വാക്യങ്ങളിൽ നാം കണ്ടത്. ഒന്നുകൂടി വായിക്കുന്നു, കേൾക്കുക. ക്രിസ്തുവിനോട് ചേരുവാൻ, നമ്മുടെ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ, സ്നാനമേറ്റിരിക്കുന്ന ചേരുവാനല്ല, പാസ്റ്റർമാരുടെ ചേരുവാനല്ല, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനോട് ചേരുവാൻ. അഥവാ യൂണിവേഴ്സൽ ചർച്ചിൽ നീ മെമ്പർഷിപ്പ് എടുക്കുവാൻ, ക്രിസ്തുവിനോട് ചേരുവാൻ. അടുത്ത വാക്ക്, സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അടുത്ത വാക്ക്, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല. നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. അപ്പൊ സ്നാനത്തിനെ യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും സ്നാനമേൽക്കണം. ക്രിസ്തുവിനോട് ചേരുവാൻ യഹൂദനാണെങ്കിലും സ്നാനമേൽക്കണം, യവനനാണെങ്കിലും സ്നാനമേൽക്കണം, ആരാണെങ്കിലും സ്നാനം ഏറ്റേ
പറ്റുകയുള്ളൂ. നിങ്ങൾ വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ സ്നാനം ജാതികൾക്കുള്ളതല്ല എന്നതിന് തെളിവായി പൗലോസ് ശ്ലീഹയെ കുറിച്ച് പഠിക്കാം. പൗലോസ് ജാതിയായിരുന്നില്ല, യഹൂദനായിരുന്നു. പാരമ്പര്യമുള്ളവൻ, പാണ്ഡിത്യമുള്ളവൻ, പൗരത്വമുള്ളവൻ. യഹൂദ പാരമ്പര്യമുള്ളവൻ, റോമ പൗരത്വമുള്ളവൻ, ഗ്രീക്ക് പാണ്ഡിത്യമുള്ളവൻ. അപ്പൊ യഹൂദ പാരമ്പര്യമുള്ള, ഗ്രീക്ക് പാണ്ഡിത്യമുള്ള, റോമ പൗരത്വമുള്ള ഒറിജിനൽ ജൂതനായ പൗലോസ്ലീഹയ്ക്ക് സ്നാനം വേണമോ? പക്ഷെ ബൈബിൾ പറയുന്നു വേണം. പൗലോസും സ്നാനപ്പെടണം. വായിക്കാം. അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം 18-ാമത്തെ വാക്യം. അപ്പസ്തോല പ്രവൃത്തി 9-18 വേദവാക്യം. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. ഇത് പൗലോസ്ലീഹയെ കുറിച്ച് പ്രതമാക്കാം. അവന് കാഴ്ച ലഭിച്ചു. അവൻ എഴുന്നേറ്റു സ്നാനമേൽക്കുകയും മതി. അപ്പം യഹൂദനായ പൗലോസ്ലീഹ ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനമേറ്റേ പറ്റൂ. അവ പൗലോസ് യഹൂദനാണ്. ചിലർ ചോദിക്കും, ജാതികൾക്കല്ലേ സ്നാനം? എങ്കിൽ പൗലോസ് എന്തിനാ സ്നാനപ്പെട്ടത്? പൗലോസ് സ്നാനപ്പെടുവാൻ കാരണം അവൻ യഹൂദനാണെങ്കിലും തനിക്കറിയാം ക്രിസ്തുവിനോട് ചേരണമെങ്കിൽ സ്നാനമേറ്റേ പറ്റൂ. എന്നെ കേൾക്കുന്ന വാത്സല്യ സ്നേഹിതരെ, നീ ക്രിസ്തുവിനോട് ചേരുവാൻ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ ധരിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നീ ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കൊതിക്കുന്നുവെങ്കിൽ നീ സ്നാനപ്പെട്ടേ പറ്റൂ. യഹൂദനായോ യവനനായോ ജീവിക്കണമെങ്കിൽ സ്നാനപ്പെടണ്ട. പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരു ദൈവ കുഞ്ഞായി മാറുവാൻ, ദൈവസഭയുടെ അംഗമാകുവാൻ. ഏതാ ദൈവസഭ? IPCയോ, ചർച്ച് ഓഫ് ഗോഡോ, അസംബ്ലീസ് ഓഫ് ഗോഡോ, ന്യൂ ഇന്ത്യയോ, ബ്രദറൽ സഭയൊന്നുമല്ല. അതൊക്കെ ലോക്കൽ കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയിൽ ഉടലെടുക്കപ്പെട്ട സഭകളാണ്. നമുക്ക് വേണ്ടത് ഈ സഭകളിൽ അംഗത്വം എടുക്കാൻ തെറ്റുന്നല്ല, യൂണിവേഴ്സൽ ചർച്ചിലെ അംഗമാകണം. സ്വർഗത്തിലെ സഭയുടെ, ആ സഭയുടെ അംഗങ്ങളാകുവാൻ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങൾ അംഗീകരിക്കുന്ന സഭകൾ ഈ ലോകത്തിലുള്ള സഭകളായി നിങ്ങൾ കരുത പെന്തക്കോസ്ത് സഭയെങ്കിൽ ആ സഭയിൽ തന്നെ ആരാധിക്കണം. അല്ല, സമുദായ സഭയിലാ മുഴുകൽ സ്നാനവും അതുപോലെ പരിശുദ്ധാത്മാഭിഷേകവും വിശുദ്ധിയും വേർപാടും ഒക്കെ പ്രഖ്യാപിക്കുന്നെങ്കിൽ നിങ്ങൾ പൊയ്ക്കൊള്ളുക. ഏതു സഭയാണ് ബൈബിൾ പ്രകാരം ഭൂമിയിൽ ദൈവവചനപ്രകാരം നിൽക്കുന്നുവോ ആ സഭയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, യഥാർത്ഥ സഭ പെന്തക്കോസ്ത് സഭയാണോ? പെന്തക്കോസ്തിലും എത്രയോ പേര് ദൈവത്തിന് വചനം വിട്ട് ജീവിക്കുന്നവരുണ്ട്. പുകവലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, അതുപോലെ പാമ്പരാഗതിരുന്നവർ, മൂക്കിപ്പൊടി വലിക്കുന്നവർ, വ്യഭിചാരം ചെയ്യുന്നവർ, പിടിച്ചുപറിക്കുന്നവർ, ദുഷ്ടന്മാരായി ജീവിക്കുന്നവരൊക്കെയും പെന്തക്കോസ്തിലില്ലേ? ഈ ലോകത്ത് ഇലക്ഷനേക്കാൾ വലിയ ഇലക്ഷനായി പലവിധമായ തന്ത്രങ്ങൾ മെനയുന്നവർ പെന്തക്കോസ്തിലില്ലേ? അപ്പൊ ഏതാ ശരിയായ സഭയെന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് നിന്നാ മതി എന്ന ചിന്തയുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ അതിനെ ഒരു ചെറിയ ഉദാഹരണം പറയാം. പെന്തക്കോസ്തുകാരിൽ തെറ്റുകാർ കാണും. പെന്തക്കോസ്ത് സഭകളിൽ തെറ്റുകൾ ചെയ്യുന്നവർ ഉണ്ടാകാം. പക്ഷേ പെന്തക്കോസ്ത് ഉപദേശത്തിൽ തെറ്റില്ല. ദൈവവചനത്തിന്റെ ഉപദേശമായി പെന്തക്കോസ്തൽ ഉപദേശത്തിൽ തെറ്റില്ല. അപ്പൊ തെറ്റുള്ളവരുണ്ടെന്ന് പറഞ്ഞ് ഉപദേശം കൃത്യമായി പ്രഖ്യാപിക്കുന്ന സഭയെങ്കിൽ ആ സഭയിൽ നിന്ന് മാറേണ്ട ആവശ്യമില്ല. യാക്കോബയോ, കത്തോലിക്കയോ, മർത്തോമയോ, CSIയോ എന്തുകൊണ്ട് ഞാൻ വിളിച്ചു പറയുമ്പോൾ പോകണമെന്ന് പറയുന്നില്ല എന്ന് ചോദിച്ചാൽ, ആ സഭകൾക്കകത്ത് ബൈബിളിൽ ഉപദേശം ഉണ്ടെങ്കിൽ നിന്നോ. മുഴുകൽ സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും വ്യവസ്ഥ പ്രകാരമുള്ള തിരുമേശ ശുശ്രൂഷയും വ്യവസ്ഥ പ്രകാരമുള്ള സത്യത്തിലും ആത്മാവിൽ ആരാധനയും ഉണ്ടെങ്കിൽ പൊയ്ക്കോ. ഇല്ലെങ്കിൽ വിട്ടുപോകണം, വിട്ടുമാറണം, വേർപെടണം. ഉപദേശമുള്ള സഭയിൽ ദൈവത്തെ ആരാധിക്കണം.